0.5% ഉള്ള ഒരു ആൽക്കഹോൾ കണ്ടന്റുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്നയാളും 43% ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം കഴിക്കുന്ന ആളും ഒരേ പൈസ നൽകണം എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോക്താവിനോടുള്ള അനീതിയല്ലേ? അത് നിങ്ങൾ വി ഡി സതീശനോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹമാണ് ഞങ്ങൾ ഇത് ആലോചിക്കുകയും ചെയ്യാത്ത ഘട്ടത്തിൽ നികുതി കുറച്ച് കൊടുക്കാൻ പോകുന്നു, അഴിമതി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. നികുതി കുറയ്ക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വീര്യം കുറഞ്ഞതിന് കുറയ്ക്കണ്ടേ? അദ്ദേഹമാണ് പറഞ്ഞത്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അഴിമതിയാണ് എന്ന് തോന്നിയത് അദ്ദേഹം ചെയ്യുമ്പോൾ അഴിമതി അല്ലാതാവൂ. അപ്പൊ ശ്രീ എം പി രാജേഷ്, അങ്ങയുടെ പ്രശ്നം അന്ന് പറഞ്ഞത് മാറ്റി ഇന്ന് ധനമന്ത്രി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ഈ പറയുന്നത് അഴിമതി എന്നതാണോ അങ്ങ് കരുതുന്ന പ്രശ്നം? അതീവ രഹസ്യമായി ചെയ്തത് എന്തിനാണ് എന്നതാണ് ചോദ്യം. രഹസ്യമായിട്ട് ബജറ്റിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുമോ ശ്രീ എം പി രാജേഷ്? UDF ഇവിടെ അനൂപല്ലായിരുന്നു പറഞ്ഞത്, മദ്യനയത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. മദ്യനയം വരാൻ പോണേ ഉള്ളൂ, എന്താ സംശയം? അങ്ങ് എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ധനമന്ത്രി എല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ടാണോ എല്ലാം പ്രഖ്യാപിച്ചിരുന്നത്? അങ്ങനെയാണോ? തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വകുപ്പ് മന്ത്രി അറിയാതെയാണോ തീരുമാനിച്ചത്? അല്ല, വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ അത് അറിയേണ്ട കാര്യമില്ല, ഇനി നയത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് വിൽക്കണമോ എന്ന കാര്യം പിന്നീട് ആലോചിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു വിവരക്കേടാണ് പറഞ്ഞതിനർത്ഥം? എക്സൈസ് മന്ത്രിയോ? ബജറ്റ് പാസാക്കിയാൽ ആ നിയമസഭ പാസാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശം യാഥാർത്ഥ്യമായി. പിന്നെ നയത്തിൽ എന്ത് എഴുതി വെച്ചിട്ടെന്താ കാര്യം? നയം വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. എന്താ വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. വീര്യം കുറഞ്ഞ മദ്യം ബജറ്റ് പാസാക്കി കഴിഞ്ഞാലോ കോടതി പോയാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടും. എന്താ നിങ്ങൾ പറയുന്നത്? നിയമസഭ പാസാക്കിയ ബജറ്റിന് മുകളിലാണോ മദ്യനയം? ആണോ അത്? നിയമസഭ പാസാക്കുന്നതാണോ മദ്യനയം? ബജറ്റിൽ പാസാക്കിയ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ ശ്രീ പി രാജേഷ്. രാഷ്ട്രീയമാണ്, അതിൽ സംശയമില്ല. രാഷ്ട്രീയമാണ്, സംശയമില്ല. ശരി, രാഷ്ട്രീയമാണ്, അതിൽ സംശയമില്ല.